പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന നല്ല സമയം. എൻ്റെ പ്രിയമുള്ളവരെ, അഭിസംബോധനൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവമക്കളോടും സ്നേഹിതരോടും സുഹൃത്തുക്കളോടുമുള്ള ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെ മെസ്സേജിലൂടെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദിവസേനയുള്ള ദൈവവചന ശുശ്രൂഷകൾ നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കും കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ശൂന്യതകൾ വെളിപ്പെടാം, അവസ്ഥകൾ മാറി മാറി വരാം. ഇന്ന് നമ്മുടെ കൂടെ നിന്നവർ ഒരു പക്ഷെങ്കിൽ നാളെ കാണുമെന്ന് പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് നാം കരുതിയവർ നമ്മെ വിട്ട് അകലങ്ങളിൽ സഞ്ചരിച്ചു പോയ സാഹചര്യങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം. ഇന്ന് ദൈവവചനത്തിലൂടെ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളോട് ദൈവം ഇടപെടുന്നത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു. അടുത്ത വാക്യം, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. വളരെ പരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം നമ്മെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, അവിടെ ഹാഗർ എന്നൊരു അമ്മ ഇസ്മായിൽ എന്ന മകനെ അവന്റെ മരണം കാണാൻ കഴിയാതെ ബേർഷേബ മരുഭൂമിയിൽ ഒരമ്പിമ്പാട് ദൂരത്ത് കൊണ്ട് കുട്ടിയെ കൊണ്ടിട്ട് കരയുന്ന നിലവിളിക്കുന്ന ഒരു കാഴ്ച ആ അധ്യായത്തിൽ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. പ്രാരംഭ സെക്കൻഡുകളിൽ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകുന്നത്, ചില സാഹചര്യങ്ങളിൽ നാം പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ചില ശൂന്യത, ചില സാഹചര്യങ്ങളിൽ നാം പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ചില ഒറ്റപ്പെടലുകൾ, ഒരു പക്ഷെങ്കിൽ ജീവിതം പോലും അവസാനിപ്പിച്ച് കളയാൻ, ജീവിക്കാൻ പോലും മുൻപോട്ട് സ്തോത്രം ഒരു ധൈര്യമില്ലാത്തൊരു സാഹചര്യം മുൻപിൽ വെളിപ്പെട്ട് വരാം. ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മെ ഉറപ്പിക്കുന്നു. നമ്മുടെ കണ്ണു തുറന്ന് കാണത്തക്ക നിലയിൽ നാം കരഞ്ഞ വിഷയത്തിനകത്ത്, നാം തലകുനിഞ്ഞു പോകുമെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് അതേ സ്ഥാനത്ത് തന്നെ ചില ഉറവകൾ തുറന്നു തരാൻ പോകുക കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം എന്ന ദൈവമനുഷ്യൻ തൻ്റെ വീട്ടിൽ നിന്ന് ഹാഗറിനെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. ഒരു തുരുത്തിയിലെ വെള്ളം കൊടുത്ത് അടയം കൊടുത്ത് തന്നെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ സകല പ്രതീക്ഷകൾക്കും വിരാമമിട്ടുകൊണ്ട് താൻ മുൻപോട്ട് പോവുകയാണ്. ഹാഗറിനോടൊരു ചോദ്യം ചോദിച്ചാൽ ഹാഗർ പറയും, ഇവിടെ എൻ്റെ ജീവിതത്തിൻ്റെ എൻഡിങ് പോയിന്റ് ആണ്. ചില വ്യക്തികളെ നോക്കി ഞാൻ പ്രവചന ശബ്ദമായി കൈമാറുന്നു. ചില എൻഡിങ് പോയിന്റുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന, ഇതെന്റെ ജീവിതത്തിന്റെ എൻഡിങ് പോയിന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ചില ഉറവകൾ തുറക്കാൻ, ചില സ്റ്റാർട്ടിങ്ങുകൾ തരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹാഗർ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. ബേർഷേബ മരുഭൂമി എത്തുമ്പോൾ തന്റെ കയ്യിൽ അബ്രഹാം കൊടുത്തുവിട്ട തുരുത്തിയിലെ വെള്ളം അവസാനിച്ചു. തൻ്റെ കയ്യിലിരുന്ന അപ്പവും തീർന്നു. അവിടെയാണ് താൻ എടുക്കുന്ന നിർണായക തീരുമാനം. കുട്ടി മരിക്കാൻ പോകുന്നു. താൻ ആ തുരുത്തിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ശൂന്യതയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ചില ശൂന്യതകളിൽ നിന്ന് ചില നിറവുകൾ വെളിപ്പെടാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. തുരുത്തിക്കകത്തേക്ക് നോക്കുമ്പോൾ ഹാഗർ കാണുന്ന കാഴ്ച ശൂന്യതയാണ്. ഈ തുരുത്തി ശൂന്യമായി പോയല്ലോ, ഈ വീട് ശൂന്യമായി പോയല്ലോ, എൻ്റെ ജീവിതം ശൂന്യമായി പോയല്ലോ, എൻ്റെ സാഹചര്യങ്ങൾ അവസാനിച്ചു പോയല്ലോ. ഇങ്ങനെ ഇത്യാദി വേദനയ്ക്കകത്തൂടെ കടന്നു പോകുന്നവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. ദൈവത്തിന്റെ വചനം ഇന്ന് നിങ്ങളെ ഉറപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഹാഗർ ബേർഷേബ മരുഭൂമിയിൽ എത്തുമ്പോൾ കയ്യിൽ ശൂന്യമായ ഒരു പാത്രമാണ് ഇരിക്കുന്നത്, ശൂന്യമായൊരു തുരുത്തിയാണ് ഇരിക്കുന്നത്. താൻ എടുക്കുന്ന നിർണായക തീരുമാനം എന്ന് പറയുന്നത്, കുഞ്ഞു മരിക്കാൻ പോകുന്നു. തൻ്റെ ജീവിതത്തിന്റെ എൻഡിങ് പോയിന്റ് താൻ തൻ്റെ ആധരം കൊണ്ട് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വെളിപ്പെട്ട് നിൽക്കുകയാണ്. ചില
സ്തോത്രം വ്യക്തികളോട് ചോദിച്ച ജീവിതത്തിന്റെ എൻഡിങ് പോയിന്റ് മുന്നിൽ വെളിപ്പെട്ടു നിൽക്കുകയാണ്. നാളെ എന്ത് എന്ന് ചോദിച്ചാൽ അവസാനിച്ചു, എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു എന്ന് പറയാം. പക്ഷേ എവിടെയാണോ എൻഡിങ് പോയിന്റ് എന്ന് പറഞ്ഞത്, ഹാഗറെ ബെർഷേബ മരുഭൂമിയിൽ താൻ എൻഡിങ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ബെർഷേബ മരുഭൂമിയിൽ തന്നെ ചില സ്റ്റാർട്ടിങ്ങുകൾ ചെയ്യാൻ, ചില ഉറവകൾ തൻ്റെ കണ്ണിലൂടെ തന്നെ കാണിക്കാൻ ദൈവത്തിന് പദ്ധതികളുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്ന, ചില വ്യക്തികളുടെ കണ്ണു തുറക്കുന്ന, ചില വ്യക്തികൾക്ക് ചില ഉറവകൾ തുറന്നു കൊടുക്കുന്ന സമയങ്ങളായി മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമ്പിമ്പാട് ദൂരത്ത് കുട്ടിയെ കൊണ്ടിട്ട് മരിക്കുവാൻ ഇച്ഛിച്ചിരിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ തൊട്ടു മുന്നിലത്തെ വേദഭാഗം വായിക്കുന്നു, യഹോവ ബാലന്റെ നിലവിളി കേട്ടു. പ്രൈസ് ഗോഡ്. ചില നിലവിളി ഉണ്ടല്ലോ, സാധാരണ വിളിയല്ല, ആ സാഹചര്യത്തിൻ്റെ നിലവിട്ടു വിളിക്കുന്ന ചില വിളികളുണ്ടല്ലോ, അത് സ്വർഗത്തെ കീറി മുറിച്ച് നമ്മുടെ അപ്പന്റെ കാതുകളിൽ എത്തുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അടുത്ത വാക്യത്തിലാ കാണാൻ കഴിയുന്നത്, ദൈവം സ്തോത്രം അവളുടെ കണ്ണു തുറന്നു. നാം ചിലത് കണ്ണു തുറന്ന് കാണാൻ പോവുകയാണ്. നമുക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതത്തെ, നമുക്ക് വേണ്ടി ദൈവം തുറന്ന ചില ഉറവകളെ നാം നമ്മുടെ കണ്ണു തുറന്ന് കാണാൻ പോകുകയാണ്. എത്ര പേർ ആവേശത്തോടെ എന്നോട് ചേർന്ന് ആമേൻ പറയും, അതെ, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഉറവകൾ, ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ഞാൻ എൻ്റെ കണ്ണു തുറന്ന് കാണാൻ പോവുകയാണെന്ന് പറയാൻ എത്ര പേർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അടുത്ത പദം വായിക്കുന്നത്, അവൾ ഒരു നീരുറവ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അതുവരെ കാണാത്ത, അതുവരെ സ്തോത്രം അവൾ അറിയാത്ത ഒരു നീരുറവ ബെർശേബ മരുഭൂമിയിൽ തുറന്നിട്ടുണ്ടെങ്കിൽ, ചില മരുഭൂമി കണക്ക് വെളിപ്പെട്ടു വന്ന ചില പ്രതിസന്ധികൾ, ചില മരുഭൂമി കണക്ക് വെളിപ്പെട്ടു വന്ന എൻഡിങ് പോയിന്റുകൾ, ദൈവം വലിയ ഉറവകൾ തുറന്ന് ജീവന്റെ തുടിപ്പേകുന്ന, ജീവൻ തിരിച്ചു നൽകുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത പദം വായിക്കുന്നു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. അവളുടെ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പേ അവളുടെ കയ്യിലുള്ള തുരുത്തിയെ നോക്കിയ ശൂന്യമായൊരു തുരുത്തിയെ കാണാം. അബ്രഹാം കൊടുത്തുവിട്ട വെള്ളം ആ തുരുത്തിയിൽ അവസാനിച്ചു. എന്നാൽ അവിടെ ദൈവം തുറന്ന നീരുറവയ്ക്കകത്തുനിന്ന് അവൾ ആ തുരുത്തി ഉപയോഗിച്ച് വെള്ളം കോരി ബാലനെ കുടിപ്പിക്കുകയാണ്. എവിടെയാണോ ഹാഗറെ നിന്റെ തുരുത്തി ശൂന്യമായി പോയത്, എവിടെയാണോ നിന്റെ തുരുത്തിയിൽ ഇനി വെള്ളം കയറത്തില്ല, ഇനി നിനക്ക് വേണ്ടി ആരും ഇറങ്ങി നിൽക്കത്തില്ല, അബ്രഹാം എന്ന വ്യക്തി നിനക്ക് വേണ്ടി ഇല്ല എന്ന് എവിടെയാണോ പറഞ്ഞത്, അവിടെ വെച്ച് അതേ തുരുത്തിയിൽ വെള്ളം നിറയ്ക്കാൻ കരുത്തുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ വീടിനകത്ത്, തലമുറകളുടെ വിഷയത്തിനകത്ത്, താമെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കകത്ത് ദൈവം ചിലത് കണ്ണു തുറന്ന് കാണത്തക്ക നിലയിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഈ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് കണ്ണു തുറന്ന് കാണത്തക്ക നിലയിൽ അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. വളരെ പ്രാർത്ഥനയോടെ ആ വചനത്തെ ധ്യാനിച്ച് നമുക്ക് ദൈവസ്ഥലത്തിൽ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.